PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓഫ് കോറിലേറ്റീവ്സ് ആണ്. അപ്പോൾ അതിൽ വരുന്നത് ഏതൊക്കെയാണ് കോറിലേറ്റീവ്സിൽ വരുന്നത്? നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, both and, whether or, no sooner than, hardly when, scarcely when, to, rather than. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന കോറിലേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും മീനിങ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കോറിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ പെയർ ആയിട്ട് വരുന്ന, അല്ലേ, ജോഡികളായിട്ട് വരുന്ന എന്താണ് കൺജങ്ഷൻസിനെയാണ് കോറിലേറ്റീവ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? നെയ്തർ നോർ, എയ്തർ ഓർ, not only but also, both and, whether or, no sooner than, hardly when, scarcely when, to, rather than. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന കോറിലേറ്റീവ് കൺജങ്ഷൻസ്. അപ്പോൾ കോറിലേറ്റീവ്സിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ മീനിങ്ങും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. നെയ്തർ നോർ എന്ന് പറയുമ്പോൾ എന്താണ്? അതുമല്ല ഇതുമല്ല എന്നൊരു മീനിങ് ആണ്, അല്ലേ? നെഗറ്റീവ് മീനിങ്ങിൽ പറയുന്നതാണ് നെയ്തർ നോർ, അതുമല്ല ഇതുമല്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എയ്തർ ഓർ. എയ്തർ ഓർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. അതായത് ഇപ്പോൾ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക, 2 പോസിബിലിറ്റീസ് ഉണ്ട്, അതിൽ നിന്നും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എയ്തർ ഓർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചോയ്സ് ആണ്, ചോയ്സ് ബിറ്റ്വീൻ 2 പോസിബിലിറ്റീസ് ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എയ്തർ ഓർ. അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എയ്തർ ടീ ഓർ കോഫി എന്നൊക്കെ പറയില്ലേ, അതാണ് എയ്തർ ഓറിൻ്റെ മീനിങ് വരിക. അടുത്തത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഇതുമാണ്. അതായത് അവൻ ഒരു ടീച്ചർ മാത്രമല്ല ഒരു ഗായകൻ കൂടിയാണ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല ഇതും കൂടിയാണ് എന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു മീനിങ് ആണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഓക്കെ, അവനൊരു ടീച്ചർ മാത്രമല്ല ഗായകൻ കൂടിയാണ് എന്ന് പറയുമ്പോൾ നോട്ട് ഓൺലി ഹീസ് എ ടീച്ചർ, അല്ലേ, ബട്ട് ഓൾസോ എ സിംഗർ, ആ ഒരു രീതിക്ക് പറയില്ലേ നമ്മൾ. ടീച്ചർ മാത്രമല്ല ഗായകൻ കൂടിയാണെന്ന് പറയുമ്പോൾ അപ്പോൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അടുത്തത് ബോത്ത് ആൻഡ്. ബോത്ത് ആൻഡ് എന്ന് പറയുന്നത് രണ്ടും ഒരുമിച്ചിട്ടാണ്, പെയർ ആയിട്ടാണ് വരിക. ബോത്തും ആൻഡും, അത് നമുക്ക് മീനിങ് അറിയാലോ, ബോത്ത് ആൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് വെദർ ഓർ. വെദർ ഓർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡൗട്ടിനെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചോയ്സിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെദർ ഓർ. ഓക്കെ, ഒരു ഡൗട്ട്, ഒരു സംശയത്തെ പറയാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? വെദർ ഓർ ഉപയോഗിക്കുന്നത്. അടുത്തത് നോ സൂണർ ദാൻ. നോ സൂണർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നുള്ള മീനിങ് ആണ്. നോ സൂണർ ദാൻ എന്താണ് മീനിങ്? ഉടൻ തന്നെ. ദെൻ ഹാർഡ്ലി വെൻ. ഹാർഡ്ലി വെൻ എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് നടന്ന കാര്യം. ഓക്കെ, ഒരേ സമയത്ത് നടക്കുന്ന 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹാർഡ്ലി വെൻ. സ്കേഴ്സ്ലി വെന്നും അതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് ടു ആണ്. ദെൻ റാദർ ദാൻ. റാദർ ദാൻ എന്ന് പറയുമ്പോൾ എന്താണ്? അതിനേക്കാളും നല്ലതാണ് ഇത് എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റാദർ ദാൻ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കോറിലേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ പെയറുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെയ്തറിൻ്റെ കൂടെ എപ്പോഴും എന്താണ്? നോറാണ് വരിക.
എയ്തറിൻ്റെ കൂടെ ഓർ ആണ്, എയ്തർ ഓർ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോട്ട് ഓൺലി ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും, ബട്ട് ഓൾസോ ആയിരിക്കും. ബോത്ത് ആണെങ്കിൽ അടുത്ത ആൻഡ് ആണ്. വെദർ ആണെങ്കിൽ അടുത്ത ഓർ ആണ്. നോ സൂണറിൻ്റെ കൂടെ ദാൻ, ഹാർഡ്ലിയുടെ കൂടെ വെൻ, സ്കേഴ്സ്ലിയുടെ കൂടെയും വെൻ ആണ്. ടു ദെൻ റാദർ ദാൻ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കോറിലേറ്റീവ്സ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്കെയോസ്ലി ഹാഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. സ്കെയോസ്ലി ഹാഡ് ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ ഡാഷ് ദി ട്രെയിൻ സ്റ്റാർട്ടഡ്. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് ഇവിടെ സ്കെയോസ്ലി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഹാർഡ്ലി കഴിഞ്ഞും സ്കെയോസ്ലി കഴിഞ്ഞും എന്ന് വരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വെൻ ആണെന്ന് പറഞ്ഞല്ലേ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ഡൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ഹാർഡ്ലി വെൻ, സ്കെയോസ്ലി വെൻ എന്നാണ് പറയാമെന്ന് പറഞ്ഞു അല്ലേ. ഹാർഡ്ലി വെൻ, സ്കെയോസ്ലി വെൻ എന്നാണ് വരിക. അപ്പോൾ സ്കെയോസ്ലി ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരും, വെൻ എന്നാണ് വരിക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. സ്കെയോസ്ലിയുടെ കൂടെ പെയറായിട്ട് വെൻ ആണ് വരിക. ഓക്കെ, ഇനി ഹാർഡ്ലി ഹാഡ് ഹി റീച്ച് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ അറൈവ്ഡ്. ഹാർഡ്ലി ഹാഡ് ഹി റീച്ച് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ അറൈവ്ഡ്. ഇവിടെയും എന്താണ്, ഇവിടെ ഹാർഡ്ലി ആണ് അല്ലേ. നമ്മൾ ഹാർഡ്ലി പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഹാർഡ്ലിയുടെ കൂടെ എന്ത് മാത്രമേ വരുള്ളൂ, വെൻ മാത്രമേ വരുള്ളൂ. ഹാർഡ്ലി വെൻ, സ്കെയോസ്ലി വെൻ എന്നാണ് വരിക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ സി വെൻ ആണ് വരിക. ഹാർഡ്ലി ഹാഡ് ഹി റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ അറൈവ്ഡ്. ഓക്കെ, അടുത്ത ചോദ്യം, നോ സൂണർ ഡിഡ് ദ ബെഗർ ഓപ്പൺ ദി ഗേറ്റ് ഡാഷ് ദി ഡോഗ്സ് ബിഗാൻ ടു ബാർക്ക്. എന്താണ്, നോ സൂണർ ഡിഡ് ദ ബെഗർ ഓപ്പൺ ദി ഗേറ്റ് ഡാഷ് ദ ഡോഗ് ബിഗാൻസ് ടു ബാർക്ക്. അപ്പോൾ എന്താണ് ഇവിടെ വരിക, നോ സൂണർ ആണ്. അപ്പോൾ നമുക്ക് മീനിങ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നോ സൂണർ കഴിഞ്ഞാൽ അടുത്തത് എന്താണ് അതിൻ്റെ കൂടെ പെയറായിട്ട് വരിക, ദാൻ ആണ് വരത്തുള്ളൂ. ഓക്കെ, അപ്പം നോ സൂണറിൻ്റെ കൂടെ എപ്പോഴും എന്ത് മാത്രമേ വരുള്ളൂ, ദാൻ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പെയർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നൊരു മാർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നോക്കി വയ്ക്കുക. അടുത്തത്, വിൽ യു വെയിറ്റ് ഡാഷ് ഐ കംപ്ലീറ്റ് ദിസ് വർക്ക്. വിൽ യു വെയിറ്റ് ഡാഷ് ഐ കംപ്ലീറ്റ് ദിസ് വർക്ക്. എന്താണ്, ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നീ എന്നെ അല്ലേ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ എന്താണ് പറയുന്നത്, വരെ എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരേണ്ടത് അല്ലേ, വരെ. അപ്പോൾ വരെ എന്ന് പറയുന്ന ഒരു മീനിങ് തരുന്ന വേർഡ് ഏതാണ് ഇതിൽ, സ്റ്റില്ലുണ്ട്, ടില്ലുണ്ട്, വെന്നുണ്ട്, വേറുണ്ട്. അപ്പോൾ ഇതിൽ വരെ എന്ന് പറയുന്ന മീനിങ് വരുന്നത് ടില്ലാണ്. വിൽ യു വെയിറ്റ് ടിൽ ഐ കംപ്ലീറ്റ് ദിസ് വർക്ക് എന്നാണ് പറയുന്നത് അല്ലേ. വരെ എന്നുള്ളൊരു മീനിങ് വരുന്നത് ടില്ലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഡാഷ് യു റിംഗ് ദ ബെൽ ദേ വോണ്ട് ഓപ്പൺ ദി ഡോർ. ഡാഷ് യു റിംഗ് ദ ബെൽ ദേ വോണ്ട് ഓപ്പൺ ദി ഡോർ. അപ്പോൾ ഇവിടെ വോണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് മീനിങ് ആണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് മീനിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്, ഈഫ് ആണോ, അൺലെസ് ആണോ, ദോ ആണോ, ടില്ലാണോ. ഏതാണ്, അൺലെസ് ആണ് അല്ലേ. നെഗറ്റീവ് മീനിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരേ ഒരു വേർഡ് മാത്രമേ ഉള്ളൂ, അൺലെസ് ആണ്. അപ്പോൾ അൺലെസ് യു റിംഗ് ദ ബെൽ ദേ വോണ്ട് ഓപ്പൺ ദി ഡോർ എന്നാണ് വരിക. ഓക്കെ, ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉത്തരങ്ങൾ തന്നെയാണ്. അടുത്തത് നോക്കുക, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്തത്, ദ ഫോറിനർ ഹാഡ് ഡാഷ് ഗോട്ട് ഫുട്ട് ഓൺ ദ സ്ട്രീറ്റ് വെൻ ഹി വാസ് നോക്ക്ഡ് ഡൗൺ ബൈ എ കാർ. ദ ഫോറിനർ ഹാഡ് ഡാഷ് ഗോട്ട് ഫുട്ട് ഓൺ ദി സ്ട്രീറ്റ് വെൻ ഹി വാസ് നോക്ക്ഡ് ഡൗൺ ബൈ എ കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് ഉത്തരം, ദ ഫോറിനർ ഹാഡ് ഡാഷ് ഗോട്ട് ഓൺ ദി സ്ട്രീറ്റ് വെൻ എന്നുണ്ട് അല്ലേ. വെൻ ഹി വാസ് നോക്ക്ഡ് ഡൗൺ ബൈ എ കാർ. അപ്പോൾ വെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം വെന്ന് കൂടെ വരുന്നത് ആരുടെ കൂടെയാണ് വരിക, ഹാർഡ്ലി, സ്കെയോസ്ലി അല്ലേ. ഹാർഡ്ലി വെൻ എന്നും വരും, സ്കെയോസ്ലി വെൻ എന്നും വരും. അപ്പോൾ നമ്മുടെ ഇവിടെ ഓപ്ഷൻ വായിച്ച് നോക്കുക. ആസ് സൂൺ ആസ് ഉണ്ട്, ഓൾമോസ്റ്റ് ഉണ്ട്, ഹാർഡ്ലി ഉണ്ട്, നോട്ട് ഓൺലി ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഹാർഡ്ലി ആയിരിക്കും അല്ലേ. ഹാർഡ്ലിയുടെ കൂടെയും വെന്ന് വരും, സ്കെയോസ്ലിയുടെ കൂടെയും വെന്ന് വരും. നമ്മുടെ ഓപ്ഷനിൽ ഹാർഡ്ലി മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ സി ആണ്. ദ ഫോറിനർ ഹാഡ് hardly got foot on the street when he was knocked down by a car. ഓക്കെ, അപ്പോൾ കറക്റ്റ് പെയർ മനസ്സിലാക്കി വെച്ചാൽ വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. അടുത്ത നോക്കുക, ഹി നെയ്തർ ഡ്രിങ്ക്സ് ഡാഷ് സ്മോക്സ്. ഹി നെയ്തർ ഡ്രിങ്ക്സ് ഡാഷ് സ്മോക്സ്. അപ്പോൾ ഇവിടെ നെയ്തർ ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം നെയ്തർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പെയർ എന്താണ്, നമുക്കതൊരു സംശയമില്ലാതെ പറയാം, നോറാണ് അല്ലേ. നെയ്തർ, നോർ എന്നാണ് പറയുക. അപ്പം ഹി നെയ്തർ ഡ്രിങ്ക്സ് നോർ സ്മോക്സ് എന്നാണ് വരിക, നോർ സ്മോക്സ്. അടുത്ത ചോദ്യം, ഐ വോണ്ട് എയ്തർ കോഫി ഡാഷ് ടീ. ഐ വോണ്ട് എയ്തർ കോഫി ഡാഷ് ടീ. അപ്പോൾ ഇവിടെ എയ്തർ ആണ്. എയ്തറിൻ്റെ കൂടെ എന്താണ് വരിക,
ഓർ ആണ് വരിക. നെയ്തറിൻ്റെ കൂടെ നോർ ആണെങ്കിൽ എയ്തറിൻ്റെ കൂടെ ഓർ ആണ് വരിക. ഐ വാണ്ട് എയ്തർ കോഫി ഓർ ടീ എന്നാണ് പറയുന്നത് അല്ലേ. അടുത്തത് രാഹുൽ ഹാസ് ലോസ്റ്റ് ഡാഷ് ഹിസ് ഫാദർ ബട്ട് ഓൾസോ ഹിസ് മദർ. രാഹുൽ ഹാസ് ലോസ്റ്റ് ഡാഷ് ഹിസ് ഫാദർ ബട്ട് ഓൾസോ ഹിസ് മദർ. അപ്പോൾ രാഹുലിന് അവൻ്റെ അച്ഛനെ മാത്രമല്ല അമ്മയും നഷ്ടപ്പെട്ടു എന്നാണ് അല്ലേ. അപ്പോൾ അച്ഛനെ മാത്രമല്ല, അത് മാത്രമല്ല ഇതും എന്നുള്ള ഒരു മീനിങ് വരുന്നത് ഏതാണ്? ഇവിടെ ഉണ്ട് നമുക്ക് ബട്ട് ഓൾസോ ഉണ്ട്. ബട്ട് ഓൾസോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആര് മാത്രമേ വരുള്ളൂ? നോട്ട് ഓൺലിയേ വരുള്ളൂ അല്ലേ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്ന കോറിലേറ്റീവ് ആണ് വരിക. അപ്പോൾ രാഹുൽ ഹാസ് ലോസ്റ്റ് നോട്ട് ഓൺലി ഹിസ് ഫാദർ ബട്ട് ഓൾസോ ഹിസ് മദർ. ഓക്കെ, അടുത്ത ചോദ്യം. ബോത്ത് ദ കംപ്ലൈനന്റ് ഡാഷ് ദ അക്യൂസ്ഡ് ഡിസേർവ് പണിഷ്മെന്റ്. ബോത്ത് ദി കംപ്ലൈനന്റ് ആൻഡ് ഡാഷ് ദി അക്യൂസ്ഡ് ഡിസേർവ് പണിഷ്മെന്റ് അല്ലേ. അപ്പൊ ഇവിടെ ബോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ബോത്തിന്റെ കൂടെ എന്ത് മാത്രമേ വരുള്ളൂ? ആൻഡ് മാത്രമേ വരുള്ളൂ അല്ലേ. ബോത്ത് ആൻഡ് എന്ന് പറയുന്ന ആ ഒരു കോറിലേറ്റീവ് ആണ് ഇവിടെ വരുന്നത്. ബോത്ത് ആൻഡ് എന്ന് പറയുന്ന ഒരു പെയറായിട്ടാണ് വരിക. അപ്പോൾ ബോത്ത് ദി കംപ്ലൈനന്റ് ആൻഡ് ദ അക്യൂസ്ഡ് ഡിസേർവ് പണിഷ്മെന്റ് എന്നാണ് വരിക. ബോത്ത് ആൻഡ്. ഓക്കെ, അടുത്തത്. I can't for certain whether I can come dash not. I can't for certain whether I can come dash not. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇവിടെ വെദർ എന്നുള്ള ഒരു ഇതുണ്ട് അല്ലേ. അപ്പോൾ വെദർ വന്നു കഴിഞ്ഞാൽ വെദറിൻ്റെ കൂടെ എന്താണ് പെയറായിട്ട് വരിക? ഓർ ആണ് വരിക. വെദർ ഓർ ആണ് വരിക അല്ലേ. അപ്പോൾ ഐ കാൺട്ട് ഫോർ സർട്ടൈൻ വെദർ ഐ ക്യാൻ കം ഓർ നോട്ട്. വെദർ ഓർ ആണ് വരുന്നത്. അടുത്തത്. ഹി സ്പോക്ക് സോ ഫാസ്റ്റ് dash I couldn't understand him. He spoke so fast dash I couldn't understand him. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? സോ എന്നുണ്ട് അല്ലേ. ഹി സ്പോക്ക് സോ ഫാസ്റ്റ്. അപ്പോൾ സോയുടെ കൂടെ എന്തേ വരത്തുള്ളൂ? അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ദാറ്റ് മാത്രമേ വരുള്ളൂ. സോ ദാറ്റ് എന്നാണ് വരിക ഒരു പെയറായിട്ട്. ഹി സ്പോക്ക് സോ ഫാസ്റ്റ് ദാറ്റ് ഐ കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഹിം. അപ്പോൾ സോ ദാറ്റ് എന്ന് പറയുന്ന കോറിലേറ്റീവ് ആണ് ഇവിടെ വരുന്നത്. അടുത്തത്. ദ ടീ വാസ് too hot dash drink. The tea was too hot dash drink. എന്താണ് വരിക? ഇവിടെ ടു എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ടൂവിൻ്റെ കൂടെ എന്ത് മാത്രമേ വരുള്ളൂ? ടു ആണ് വരിക അല്ലേ. ടു പ്രയോഗമാണ് ഇവിടെ വരുന്നത്. The tea was too hot to drink അല്ലേ. കുടിക്കാനായിട്ട്, ചായ കുടിക്കാനായിട്ട് അത്രത്തോളം ചൂടാണെന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ the tea was too hot to drink എന്നുള്ളതാണ്. ടു എന്ന് പറയുന്ന ഒരു കോറിലേറ്റീവ് ആണ് ഇവിടെ വരിക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പെയറുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ണും പൂട്ടി നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കോറിലേറ്റീവ്സ്? ടു അല്ലെ. നമ്മൾ ആദ്യം അവസാനം പറഞ്ഞതിൽ ടു ആണ്. ദെൻ അടുത്ത് വരുന്നത് സോ ദാറ്റ്. ദെൻ അടുത്ത് കഴിഞ്ഞ് വെദർ ഓർ. ദെൻ ഇവിടെ വരുന്നത് എന്താണ്? ബോത്ത് ആൻഡ്. ദെൻ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. എയ്തർ ഓർ. അതുപോലെ നെയ്തർ നോർ. ദെൻ അടുത്തത് എന്താണ് വരുന്നത്? ഹാർഡ്ലി വെൻ. ദെൻ ഇവിടെ അൺലെസ്. ദെൻ അടുത്തത് എന്താണ്? ടിൽ. ദെൻ അടുത്തത് ഇവിടെ നോ സൂണർ. അതിൻ്റെ കൂടെ എന്ത് വരും? ദാൻ. നോ സൂണർ ദാൻ. ദെൻ ഇവിടെ ഹാർഡ്ലി വെൻ ആണ് വരിക. അടുത്തത് സ്കേഴ്സ്ലി വെൻ ആണ് വരിക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കോറിലേറ്റീവ്സ് എന്ന് പറയുന്നത്.